ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. റമദാൻ, അതിനെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ എന്ന വിഷയത്തിൽ ചില സംഗതികൾ സമർപ്പിക്കുകയാണ്. എന്ത് കാര്യങ്ങൾക്കും ഒരുക്കങ്ങൾ ആവശ്യമാണ്. നോമ്പിനും ഒരുക്കങ്ങൾ ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിൽ തന്നെ ഒരുക്കം ആരംഭിച്ചിരുന്നു. റമദാന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ. റമദാന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഷഅബാൻ മാസത്തിലാണ് എന്നാണ് അറിയുന്നത്. പരീക്ഷയ്ക്ക് മുമ്പായി വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുന്നത് പോലെ റമദാനെ വരവേൽക്കാൻ മുസ്ലിങ്ങൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. പരീക്ഷയുടെ തയ്യാറെടുപ്പിൻ്റെ ഊക്കിനനുസരിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട്. അതുപോലെ നോമ്പിനെ സ്വീകരിക്കാൻ എത്രത്തോളം നന്നായിട്ട് തയ്യാറെടുക്കുന്നുവോ അത്രത്തോളം നോമ്പ് ഫലപ്പെടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. റമദാൻ ഇങ്ങോട്ട് ആരംഭിക്കുമ്പോൾ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ട് വിളിച്ചു പറയും, എല്ലാവരും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റൊരു മലക്ക് പ്രത്യക്ഷപ്പെട്ട് വിളിച്ചു പറയും, എല്ലാവരും തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുക. ഈ രണ്ട് മലക്കുകളും പറയുന്നത് നാം കേൾക്കും. അത് ഒരു ഉൾവിളിയായിട്ടാണ് കേൾക്കുന്നത്. റമദാൻ ഇങ്ങോട്ട് വന്നാൽ നന്മയോട് കൂടുതൽ പ്രതിപത്തിയും തിന്മയോട് കൂടുതൽ വിരക്തിയും മുസ്ലിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ഈ മലക്കുകളുടെ വിളിച്ചു പറയൽ കേട്ടതുകൊണ്ടാണ്, ഉൾവിളി ആയിട്ട് കേട്ടതുകൊണ്ടാണ്. അപ്പോൾ റമദാൻ നന്മയുടെ മാസമാണ്, നന്മയുടെ പൂക്കാലമാണ്. റമദാന് നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ, അതുമായിട്ട് ബന്ധപ്പെടണം എന്നാണ് അതിൻ്റെ നിശ്ചയം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കൊക്കെ ഹിദായത്ത് കൊടുക്കാൻ, സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ആ സന്മാർഗവും നന്നായിട്ട് വിവരിച്ചു കൊടുക്കാനും സത്യവും അസത്യവും വേർപെടുത്തി കാണിച്ചു കൊടുക്കാനും വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിൻ്റെ വാർഷിക ആഘോഷമാണ് റമദാൻ മാസത്തിലെ ഒരു മാസത്തെ നോമ്പ്. അങ്ങനെ നോമ്പ് പിടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനെ വരവേൽക്കാനും വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താനും വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും നോമ്പ് കാലം പ്രയോജനപ്പെടുത്തണം എന്നതാണ് അതിൻ്റെ തയ്യാറെടുപ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി. മറ്റൊന്ന്, നാം സന്തോഷവും ദുഃഖവുമൊക്കെ പങ്കുവെക്കേണ്ട മുസ്ലിങ്ങൾ പങ്കുവെക്കുന്നത് അത് ഇബാദത്തിലൂടെയും കൂടിയാകണം എന്നതാണ്. ഇബാദത്തിലൂടെ ദുഃഖവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുക എന്നത് ശരീഅത്തിൻ്റെ ഒരു നിശ്ചയമാണ്. നമ്മുടെ നോമ്പ് എന്നത് വലിയൊരു സന്തോഷത്തെ നാം ആഘോഷിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഒരു വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തെ നാം ആചരിക്കുന്നത് നോമ്പ് പിടിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ്. അതുപോലെ പെരുന്നാൾ സന്തോഷമാണ്. അത് ആചരിക്കുന്നതും 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ടും ഖുതുബ കേട്ടുകൊണ്ടും ഒക്കെയാണ്. രണ്ട് പെരുന്നാളുകളും ആഘോഷിക്കുന്നത് എങ്ങനെയാണ്. ദുഃഖം വന്നാലും പടച്ചതമ്പുരാനുമായിട്ട് ആ ദുഃഖം പങ്കുവെക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ നമ്മൾ ദുഃഖിക്കും. അതോടൊപ്പം തന്നെ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചുകൊണ്ട് ദുആയിരുന്നുകൊണ്ട് അള്ളാഹുവുമായിട്ട് ആ ദുഃഖം പങ്കുവെക്കുക. ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് ചില കാര്യങ്ങൾ ശരീഅത്ത് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇബാദത്തിലെ ഖുർആൻ പാരായണവും നോമ്പുപിടുത്തവും മാത്രമല്ല മറ്റു പല ഇബാദത്തുകളിലും കൂടുതൽ വ്യാപൃതരായിക്കൊണ്ട് ആത്മശുദ്ധി വരുത്താനും ജീവിത വിശുദ്ധി വരുത്താനും
നോമ്പ് കാലത്തൊരു മുസ്ലിമായ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതാണ്. പരലോകബോധം വളർത്തൽ അതിൽപ്പെട്ട മറ്റൊരു സംഗതിയാണ്. പരലോകവുമായി ബന്ധമില്ലാതെ, മരണചിന്തയില്ലാതെ, മരണശേഷം മറ്റൊരു ജീവിതമുണ്ടെന്നും ഒരു വിചാരണ വരുന്നെന്നും ഒക്കെയുള്ള ഒരു ബോധമില്ലാതെ ജീവിക്കുന്ന കാലത്തെ മറന്നുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ നാം ഒരു കൂടുതൽ പരലോകബോധം വളർത്തേണ്ടതുണ്ട്. അതിന് പറ്റുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ ഇബാദത്തുകൾ. പള്ളിയുമായുള്ള ബന്ധം, തറാവീഹ് നമസ്കാരം, രാത്രി നമസ്കാരങ്ങൾ, അതുപോലെ നോമ്പ്, ചീത്തയിൽ നിന്ന് വിട്ടുനിൽക്കൽ, ദുആ, ഇബാദത്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലൂടെയും നാം പടച്ചതമ്പുരാനുമായി അടുക്കുകയാണ്. പരലോകവുമായി വിചാരണയെ നേർക്ക് നേരെ കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ കാണണം. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ. അതുപോലെ മറ്റൊരു സംഗതിയാണ് ചെലവഴിക്കൽ. ഇൻഫാഖ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച സക്കാത്ത്, സദഖകളുടെ മാർഗത്തിലൂടെ പണം ചെലവഴിച്ചുകൊണ്ട് സാധുക്കളായ ആളുകൾ, നോമ്പിൻ്റെ ഒരു വശം തന്നെ അതാണല്ലോ. വിശപ്പും ദാഹവുമൊക്കെ സഹിച്ചുകൊണ്ട്, വിശപ്പും ദാഹവുമുള്ള മനുഷ്യർ നമുക്ക് ചുറ്റും ജീവിക്കുന്നു എന്ന ബോധത്തോടു കൂടി അങ്ങനെ നോമ്പ് പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നിന്നും ദാനധർമ്മങ്ങളുടെ മാർഗത്തിലൂടെ പണം സാധുക്കളിലേക്ക് ഇറങ്ങും, ആവശ്യക്കാരിലേക്ക് പോകും. അങ്ങനെ ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പണമൊഴുക്ക്, സദഖയുടെയും ദാനധർമ്മങ്ങളുടെയും മാർഗത്തിൽ പണമൊഴുക്കിക്കൊണ്ട്, ഇൻഫാക്ക് നടത്തിക്കൊണ്ട്, അത് രണ്ട് നിലക്കുള്ള ഒരു നന്മ ചെയ്യാൻ നമുക്ക് കഴിയും. ജനങ്ങൾക്ക് ഒരു സേവനവും അള്ളാഹുവിനുള്ള ഒരു ഇബാദത്തും എന്ന നിലക്ക് രണ്ട് മുഖം അതിനുണ്ട്. ഈ ചെലവഴിക്കലിനും സക്കാത്തിനുമൊക്കെ ജനങ്ങളുടെ അവകാശം, അള്ളാഹുവിൻ്റെ അവകാശം. ഇബാദത്ത് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അവകാശം വീട്ടിലാണ്. ഒരു ദാനധർമ്മം എന്ന നിലക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനെന്ന നിലക്ക് അവർക്ക് കിട്ടേണ്ട അവകാശം എന്ന നിലക്ക് ആ അവകാശം കൊടുക്കലുമാണ്. ഇങ്ങനെ ഇൻഫാഖ്, ദാനധർമ്മങ്ങൾ, അതിനും നോമ്പ് കാലത്ത് പ്രസക്തിയുണ്ട്. അന്ന് ദാനധർമ്മം ചെയ്യുമ്പോൾ കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. നോമ്പ് കാലത്ത് ചെയ്യുന്ന നന്മകൾക്ക് മറ്റു കാലങ്ങളെക്കാൾ ഇരട്ടിയായിട്ട് പ്രതിഫലം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നന്മ ചെയ്യേണ്ട മാസമാണ് നോമ്പ് മാസം. നന്മ വിളയുന്ന പൂക്കാലം, നന്മ പൂക്കുന്ന പൂക്കാലം. ഒബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, കുടുംബക്കാർക്ക് നന്മ ചെയ്യുക, അതുപോലെ ബന്ധങ്ങൾ ചേർക്കുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, സിലത്തുർ റഹീം, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, ജനസേവനം നടത്തുക. ഇങ്ങനെ ജനങ്ങൾക്ക് സേവനം ചെയ്തും കുടുംബ ബന്ധങ്ങൾ പുലർത്തിയും മാതാപിതാക്കൾക്ക് സേവനം ചെയ്തും അങ്ങനെ പുണ്യം ആർജിച്ചെടുക്കാൻ നാം നന്മകളൊക്കെ ചെയ്യേണ്ട ഒരു മാസം കൂടിയാണത്. കുറ്റകൃത്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത്, ആ മലക്കിൻ്റെ വിളിച്ചു പറയലിൽ എല്ലാവരും തെറ്റുകളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്ന എല്ലാ ദിവസവും ഒരു മലക്ക് വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞല്ലോ. ആ മലക്കിൻ്റെ വിളിച്ചു പറയൽ നാം കേൾക്കേണ്ടതുണ്ട്. പല തരം ജീവിതം നയിക്കുന്ന ആളുകൾ, യുവാക്കളും ചെറുപ്പക്കാരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് നമ്മുടെ ഇടയിലുണ്ട്. അത്തരം ആളുകൾ അത്തരം ജീവിതങ്ങളിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് മദ്യപാനം, ചൂതാട്ടം, വ്യഭിചാരം തുടങ്ങിയ നിഷിദ്ധങ്ങളിലും കുറ്റകൃത്യങ്ങളിലൊക്കെ വീണുപോയ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പെട്ടുപോകുന്നതാണ്. അവർക്ക് അതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കാനുള്ള ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. അത്തരം ആളുകൾക്ക് അതിൽ നിന്നും മോചനം പ്രാപിക്കാൻ നല്ല ചാൻസാണ്. പള്ളികളുടെ വാതിലുകൾ തുറന്നു കിടക്കും. പള്ളിയുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക, ഇബാദത്തുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക, നോമ്പ് പിടിക്കുക. നോമ്പ് പിടിക്കുന്ന ആളുകൾ അത്തരം ആൾക്കാരെ കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അവരെയും കൂടി അത്തരം കാര്യങ്ങളിലൊക്കെ കൂട്ടാൻ ഉള്ള പരിശ്രമം നടത്തുക. അങ്ങനെ ആകുമ്പോൾ കുറേ ആളുകളെ, കുറേ നിഷിദ്ധ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന, വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെയും യുവാക്കളെയും ഒക്കെ നന്മയിലേക്കും ദീനി മാർഗത്തിലേക്കും ആകർഷിച്ചും ക്ഷണിച്ചും കൊണ്ടുവന്ന് അവരുടെ ജീവിതം, നല്ലൊരു ജീവിതം അവർക്ക് സംഭാവന ചെയ്യാൻ നോമ്പ് കാലത്ത് കഴിഞ്ഞേക്കും. ഒരുപാട് ആളുകൾക്ക് സ്വർഗ കവാടം തുറക്കപ്പെടുന്ന, നരകത്തിൻ്റെ കവാടം ബന്ധിക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ മാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ അർത്ഥത്തിലാണ്. ഒരുപാട് ആളുകൾക്ക് തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ച് പശ്ചാത്തപിച്ച് നമസ്കാരം നിർവഹിക്കുന്നവരാകാൻ, യഥാർത്ഥ മുസ്ലിങ്ങളാകാൻ, വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുന്നവരാകാൻ, ശരീഅത്ത് പിൻപറ്റുന്നവരാകാൻ ചാൻസ് കിട്ടുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. ആ മാസം പള്ളികളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക, സാധാരണ മാസങ്ങളിൽ ബന്ധപ്പെടുന്നതിനേക്കാളും കൂടുതൽ പള്ളികളുമായിട്ട് ബന്ധപ്പെടുക. അങ്ങാടികൾ കഴിയുന്നതും വർജിച്ച് പള്ളികൾ കഴിയുന്നതും സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ആയിരിക്കണം റമദാൻ മാസത്തിൽ നാം നിർവഹിക്കേണ്ടത്.
അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കോപമുള്ള ഇടം, ഭൂമിയിലെ ഇടം അങ്ങാടികളാണെന്നും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭൂമിയിലെ ഇടം പള്ളികളാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹു, നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഇടം അത് അവൻ്റെ പള്ളികളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പള്ളികളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുക. അതുപോലെ രോഗികളെ സന്ദർശിക്കുക, സിയാറത്തുൽ മർദ, ഇയാദത്തുൽ മരീദ്, രോഗികളെ സന്ദർശിക്കുക. അതുപോലെ ഖബറുകൾ സന്ദർശിക്കുക, മരിച്ചവരുടെ ഖബറുകൾ, സുഖമില്ലാതെ കിടക്കുന്നവരുടെ വീടുകൾ, ആശുപത്രികൾ, ഇതൊക്കെ സന്ദർശിച്ച് കൂടുതൽ ആ ബോധം നമ്മളിൽ ഉണ്ടാക്കുക. അത് സന്ദർശിക്കുക എന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിലയേറിയാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ വിലയേറിയാൻ ഒക്കെ ഉപകരിക്കും. ഖബർ സന്ദർശനവും രോഗസന്ദർശനവും ഒക്കെ. അങ്ങനെ നമ്മൾ ആരാണെന്നും നമ്മൾ എത്ര ദുർബലരാണെന്നുമൊക്കെ നമ്മെപ്പറ്റി മനസ്സിലാക്കാൻ കൂടിയുള്ള മാസമാണ് നോമ്പിൻ്റെ മാസം. അതുപോലെ നമ്മളുടെ മക്കളുടെ, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അവരെയൊക്കെ രാത്രിയൊക്കെ വിളിച്ചുണർത്തി രാവിലെ സുബഹിയൊക്കെ നിസ്കരിപ്പിച്ചുകൊണ്ടും രാത്രിയിൽ നിസ്കരിക്കാൻ അവരെ കൂട്ടിക്കൊണ്ടും തറാവീഹിന് കൊണ്ടുപോയിക്കൊണ്ടും ഖുർആനുമായിട്ട് ബന്ധപ്പെടാൻ അവർക്ക് അവസരം കൊടുത്തുകൊണ്ടും വിനോദ കാര്യങ്ങളിൽ നിന്നും വിട്ട് നിൽക്കാനുള്ള പരിശീലനം അവർക്ക് കൊടുത്തുകൊണ്ടും അങ്ങനെ കുറച്ചൊക്കെ വിനോദമൊക്കെ നിർത്തിവെച്ച് കുറച്ച് കാര്യഗൗരവത്തോടെ ജീവിതത്തെ സമീപിക്കാനുള്ളൊരു പരിശീലനം മക്കൾക്കും ഭാര്യമാർക്കും വീട്ടുകാർക്കുമൊക്കെ കൊടുക്കേണ്ടുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞൊരു രാത്രി അതിൽ വരാനുണ്ട്. അത് അവസാനത്തെ 10-ലാണ്, അതിലെ ഒറ്റരാവുകളിലാണ്. അത് നോമ്പ് പിടിച്ചും ഇബാദത്ത് ചെയ്തും പടച്ചവനിലേക്കെടുത്ത മനുഷ്യന് സ്വർഗാവകാശിയാകാൻ വേണ്ടി അള്ളാഹു താല വെച്ചു കൊടുത്തൊരു സമ്മാനമാണ് ലൈലത്തുൽ ഖദർ. റമദാൻ മാസത്തിൻ്റെ ഒടുവിലാണതുള്ളത്. ആ രാവിനെ വളരെ അർത്ഥപൂർണമാക്കാനും അതിനെ പ്രയോജനകരമാക്കാനും മുസ്ലിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഖദറിൻ്റെ രാവ്, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രിയാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു താല മനുഷ്യരുടെ, ഭൂലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാഗധേയം നിർണ്ണയിക്കുന്ന രാവാണ്. ഒരു കൊല്ലത്തേക്കുള്ള സംഗതികളൊക്കെ പാസാക്കിയിട്ട് നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. നമ്മുടെയൊക്കെ ഭാവിയും നമ്മുടെയൊക്കെ ഭാഗധേയവും ഒക്കെ അള്ളാഹു താല നിശ്ചയിച്ച് നിർണയിച്ച് അത് ബന്ധപ്പെട്ട മലക്കുകളെ ഏൽപ്പിക്കുന്ന രാവായതുകൊണ്ട് നമ്മുടെ ഖലാഉം ഖദറുമൊക്കെ അള്ളാഹുവിനോട് കെഞ്ചി ചോദിച്ചു വാങ്ങേണ്ട സമയമാണത്. ചോദിച്ചു വാങ്ങും, പടച്ചതമ്പുരാനെ അല്ലാഹുമ്മ ജഅൽ ലനാ കുല്ല ഖലാഇൻ ഖളൈതഹു ലനാ ഖൈറാ, പടച്ചവനെ ഞങ്ങൾക്ക് വേണ്ടി നീ വിധിക്കുന്ന നിന്റെ തീരുമാനങ്ങളൊക്കെ ഖൈറാക്കി വിധിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കേണ്ട, അവനോട് കെഞ്ചേണ്ട, ചോദിക്കേണ്ട ഒരു സമയമാണ് ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവ്, ആ സമയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി സദഖത്തുൽ ഫിത്ർ, ശരീരത്തിൻ്റെ സക്കാത്ത്, നമ്മുടെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ സക്കാത്ത്, സദഖത്തുൽ ഫിത്ർ, സക്കാത്തുൽ ഫിത്ർ, അത് കൊടുത്തുകൊണ്ട് മോചനം പ്രാപിക്കേണ്ടതുണ്ട്. അത് നോമ്പ് പിടിച്ച ഒരു മനുഷ്യൻ അവൻ്റെ നോമ്പ് കുറ്റമറ്റതാകാനും എല്ലാ നിലക്കും പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്നതിന് തെളിവുമായി എൻ്റെ ശരീരത്തിൻ്റെ അവകാശം കൂടി സക്കാത്ത് എന്ന നിലക്ക് ഫിത്ർ സക്കാത്തായിട്ട്, നോമ്പ് മുറിക്കുന്ന സമയത്ത് കൊടുക്കുന്ന സക്കാത്ത് എന്ന നിലക്ക് അത് കൊടുക്കേണ്ടതുണ്ട്. അത് ഒരു സില്ലി, ഒരു വളരെ നിസ്സാരമായ ഒരു കാര്യമായിട്ട് കാണുന്ന ഒരു രീതിയൊക്കെ സമുദായത്തിൽ ചിലർക്കൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അത് ഒരു ഗൗരവമുള്ള സംഗതിയാണെന്നും അത് കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കടക്കം കൊടുക്കണം. അതായത് പെരുന്നാൾ നിലാവ് കാണുന്നതിൻ്റെ തൊട്ട് മുമ്പ് ജനിച്ച കുഞ്ഞുങ്ങൾക്കടക്കം കൊടുക്കണമെന്ന് ശരീഅത്ത് നിശ്ചയിച്ചിരിക്കുകയാണ്. ആ രൂപത്തിൽ വീട്ടിലെ ഓരോ മെമ്പർക്കും എന്ന നിലക്ക് ഫിത്ർ സക്കാത്ത് കൂടി കൊടുത്തുകൊണ്ട് വേണം ആ നോമ്പിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നമ്മൾ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും എന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റമദാൻ ഒരുപാട് പണിയുണ്ട്. റമദാൻ ചില്ലറ സംഗതിയല്ല. അതിനെ വരവേൽക്കാൻ വേണ്ടി നാം തയ്യാറെടുപ്പും ഒരുക്കവും നടത്തേണ്ടതുണ്ട്. പുറമേ നമ്മൾ ഒരുങ്ങാറുണ്ട്. പുറമേ ഒരുങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകൾ പെയിൻ്റ് അടിച്ചും കാർപ്പറ്റുകളും കർട്ടനും ഒക്കെ മാറ്റിയും അങ്ങനെ വീടൊന്ന് മോടി പിടിപ്പിച്ചും പുതുക്കിയുമൊക്കെ, അതുപോലെ പള്ളികളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പള്ളികൾ കഴുകി വൃത്തിയാക്കി പുതിയ പടവും പായയും ഒക്കെ വിരിച്ച് പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരവേൽക്കാറുണ്ട്.
അതുപോലെ നാം ആത്മീയമായും മാനസികമായും ഒക്കെ ഒരു റമദാനെ വരവേൽക്കാൻ സന്നദ്ധരാണ്. അതൊരു മഴയാണ്, റമദാൻ ഒരു പേമാരിയാണ്. അതിങ്ങോട്ട് വന്നാൽ അതിന് ആ വെള്ളം പിടിച്ചു വെക്കാൻ എന്തൊക്കെ സംവിധാനമാണ് നമ്മൾ ചെയ്തത് അതിനനുസരിച്ച് ഇരിക്കും. ചില ഹദീസുകളിലൊക്കെ വന്നത് പുഴകളും തോടുകളും കുളങ്ങളും തടാകങ്ങളും ഒക്കെ എങ്ങനെ വെള്ളം പിടിച്ചു വെക്കുന്നു, മഴ പെയ്യുന്ന വെള്ളം, അതുപോലെ ഈ റമദാന്റെ ഗുണം നന്മ പിടിച്ചു വെക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ സംവിധാനം. തോട്ടിൽ കുറച്ച് വെള്ളമേ കൊള്ളൂ, അതിനേക്കാളും കൂടുതൽ പുഴയിൽ കൊള്ളും. തടാകത്തിൽ ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറം കൊള്ളും, കുളത്തിൽ കുറച്ചേ കൊള്ളൂ. അപ്പോൾ അതുപോലെ കുളവും തോടും തടാകവും ഒക്കെ ഒരു വെള്ളത്തെ ഉൾക്കൊള്ളുന്നത് പോലെ നമ്മളതൊക്കെ റെഡിയായി നമ്മൾ തടാകമാണോ ഉണ്ടാക്കേണ്ടത്, പുഴയാണോ ഉണ്ടാക്കേണ്ടത്, ഇനി തോടാണോ ഉണ്ടാക്കേണ്ടത്, വലിയ കുളമാണോ ഉണ്ടാക്കേണ്ടത്, നമുക്കത് ഉപകരിക്കണം. ആ വെള്ളം റമദാനാകുന്ന പേമാരി പ്രയോജനപ്പെടുത്തി അടുത്ത 11 മാസത്തേക്ക് ആവശ്യമായ ഇന്ധനം, ജീവിക്കാനുള്ള തഖ്വയുടെ ഇന്ധനം ശേഖരിക്കാൻ നമുക്ക് കഴിയണം. 11 മാസത്തേക്ക് അടുത്ത റമദാൻ വരെയുള്ള കാലങ്ങളിൽ അത് നമുക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ആയിരിക്കണം ഒരു റമദാൻ മുഴുവൻ നാം ഉപയോഗിക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ റമദാൻ നമുക്ക് തഖ്വ കൂടുതലുണ്ടാകാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നമ്മുടെ റമദാൻ. ഇത് എൻ്റെ ഒടുവിലത്തെ റമദാനായിരിക്കും, ഇതിന് ശേഷം ഒരു റമദാൻ എനിക്ക് കിട്ടണമെന്നില്ല എന്ന ഒരു ചിന്ത കൂടി ഈ റമദാൻ മാസത്തിൽ ഉണ്ടായി കിട്ടിയാൽ കൂടുതൽ ഫലപ്രദമായി ഇബാദത്ത് ചെയ്യാനും കൂടുതൽ ഫലപ്രദമായി റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞേക്കും. പടച്ചതമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.